ഗുരുവായൂരപ്പ ശരണം. ഭക്ത മനസ്സുകളിലെ ഭക്തിയുടെ അമൃതവർഷം ചൊരിയുന്ന പുണ്യപുരാതനമായ ഗുരുവായൂർ ക്ഷേത്രം. ഇവിടെ നടക്കാൻ പോകുന്ന മംഗളകരമായ സഹസ്രകലശം, അതിനു മുന്നോടിയായിട്ട് ഇന്ന് ഭഗവാന് കലശാഭിഷേകമൊക്കെ നടന്ന് ഇങ്ങനെ ഇരിക്കുന്ന നമ്മുടെ പൊന്നുണ്ണിയാണ്. ഇന്ന് പൊന്നുണ്ണിയെ ഉച്ചപൂജയ്ക്ക് വേണ്ടിയിട്ട് അലങ്കരിച്ചിരിക്കുന്നത് കാളിയമർദ്ദന ഭാവത്തിലാണ്. കളഭാലങ്കാരം അണിഞ്ഞു നിൽക്കുന്നത് ആ ചൈതന്യം തുളുമ്പുന്ന കാളിയമർദ്ദന ഭാവമാണ്. ഇന്നത്തെ അലങ്കാരത്തിൽ ഏറ്റവും ആകർഷണം എന്ന് പറയുന്നത് കളഭം കൊണ്ട് തീർത്തിട്ടുള്ള കാളിയൻ എന്ന് പറഞ്ഞ കുറേ തലകളുള്ള ആ സർപ്പാണ്. അഹന്തയുടെ പ്രതീകമായ കാളിയൻ്റെ പത്തികൾ വിടർന്നു നിൽക്കുന്നുണ്ട്. ആ പത്തികൾക്ക് മുകളിൽ ചുവട് വെച്ച് ലോകം മുഴുവൻ തൻ്റെ പുഞ്ചിരിയിൽ ഒതുക്കി നിൽക്കുകയാണ് നമ്മുടെ പൊന്നുണ്ണി. ഭഗവാന്റെ തിരുമുടിക്കെട്ടിൽ 3 തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട്. വെളുത്ത പൂക്കളും ചുവന്ന തെച്ചിപ്പൂക്കളും ഇടകലർന്ന ആ മാലകൾക്ക് മുകളിലായിട്ട് മയിൽപ്പീലി നന്നായിട്ട് നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ട്. നെറ്റിയിൽ സ്വർണ്ണഗോപി തിളങ്ങുന്നുണ്ട്. കാതുകളിൽ മനോഹരമായിട്ട് ചെവിപ്പൂക്കളും ഉണ്ട്. കഴുത്തിൽ തടിച്ചുരുണ്ട ഉണ്ടമാലകളാണ്. തെച്ചിയും തുളസിയും നന്ദ്യാർവട്ടവും കോർത്ത ആ ഉണ്ടമാലകൾക്ക് പുറമെയായിട്ട് താമരപ്പൂക്കൾ കൊണ്ടുള്ള ഒരു പ്രത്യേക മാല ഇങ്ങനെ വിധാനമായിട്ടും മാലകൾ തൂക്കിയിട്ടുണ്ട്. കൈകളിൽ പൊൻവളകളും തോൾവളകളും ഉണ്ട്. അരയിൽ ഞൊറിഞ്ഞെടുത്ത് ചുവന്ന പട്ടുടയാടയുണ്ട്. വലത് കൈയിൽ ഓടക്കുഴൽ പിടിച്ചിട്ടുണ്ട്. ഇടത് കൈകൊണ്ട് കാളിയൻ്റെ വാലിൽ ഇങ്ങനെ മുറുക്കെ പിടിച്ചിരിക്കുകയാണ്. ആ കാലുകളിൽ പൊൻതളകളുടെ കിലുക്കുണ്ട്. അത് നമുക്കിങ്ങനെ കേൾക്കാൻ തുടങ്ങും. കാളിയമർദ്ദനം എന്ന് പറയുന്നത് അത് വെറൊരു പുരാണകഥയൊന്നുമല്ല. അതെന്ന് പറയുന്നത് ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം കാണിക്കുന്നതാണ്. കാളിയൻ നമ്മുടെ ഉള്ളിലുള്ള വിഷലിപ്തമായ ചിന്തകളും അഹങ്കാരവുമാണ് എന്നെടുക്കുക. ഭഗവാൻ കാളിയൻ്റെ പത്തിയിൽ ചവിട്ടുമ്പോൾ നമ്മുടെ ഉള്ളിലെ തമോ ഗുണങ്ങളെ നിഗ്രഹിച്ചിട്ട് സത്വഗുണത്തെ ഉണർത്തുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. കാളിയൻ്റെ ശിരസിൽ പതിഞ്ഞ ആ തൃപ്പാദങ്ങൾ എൻ്റെ മനസ്സിലും ശിരസിലും പതിയണേ ഗുരുവായൂരപ്പ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന ഇവിടെ സഫലമാവുകയും ചെയ്യും. ആ തൃപ്പാദങ്ങളിൽ ശരണം പ്രാപിക്കുന്നവന് ജീവിതത്തിലെ ദുഃഖമാകുന്ന വിഷം അമൃതമായിട്ട് മാറുകയാണ് ചെയ്യുക. ഭഗവാന്റെ ആ പുഞ്ചിരി നമ്മളോട് പറയുന്നത് ഒരൊറ്റ കാര്യമുള്ളൂ: ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് തന്നെയാണ്. നാളെ സഹസ്രകലശം നടക്കാൻ പോവുകയാണ്. ആ പുണ്യം നുകരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഭക്തലക്ഷങ്ങൾക്ക് ഇന്നത്തെ കാളിയമർദ്ദന ദർശനം എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ്, വലിയൊരു അനുഗ്രഹമാണ്. മിടുക്കനായിട്ട് ഉണ്ണിക്കണ്ണൻ നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ ഉണ്ട് എന്ന് വിശ്വാസത്തോടെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഉറക്കെ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാം. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൈവിടാതെ കാക്കണേ കണ്ണ, നാരായണ 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 കൃഷ്ണ ഗുരുവായൂരപ്പ.